സ്നേഹിതന്മാരെ, നാം ഏവരും വുളു ഉണ്ടാക്കുന്നവരാണല്ലോ. വുളുവിന് ശേഷം നമ്മുടെ രണ്ട് കൈയും മേൽപോടുയർത്തി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് എന്ന് ചൊല്ലുന്ന ഈ ദിക്ർ, ഈ പ്രാർത്ഥന അത് 3 പ്രാവശ്യം ചൊല്ലേണ്ടതാണ്. ശേഷം നിങ്ങൾ ഉദ്ദേശിച്ച ദുആ ചെയ്യൂ. അതിന് ശേഷം വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ എന്ന സ്വലാത്ത് 3 പ്രാവശ്യം, അതിനുശേഷം ഇന്നാ അൻസൽനാഹു എന്ന സൂറത്ത് 3 പ്രാവശ്യം ഓതുക. ഈ ഇന്നാ അൻസൽനാഹു 3 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ അവൻ ആ സമയത്ത് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഷഹീദിൻ്റെ മരണമാണ് അവനിക്ക് ലഭിക്കുക. അതേപോലെ തന്നെ ഈ പ്രാർത്ഥന 3 പ്രാവശ്യമാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവനിക്ക് സ്വർഗത്തിലെ 8 വഴിയിലൂടെ കടക്കാവുന്നതാണ്. ഏതൊക്കെ 8 വഴി എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്: 1 ഈമാൻ, അടുത്തത് പറയുന്നത് നിസ്കാരം, സക്കാത്ത്, ഹജ്ജ്, നോമ്പ്, റയ്യാൻ, അതേപോലത്തെ വൽ കാദിമിൽ വൽ ആഫീന അനിന്നാസ് എന്നൊരു വഴി, ദേഷ്യത്തെ കടിച്ചു പിടിക്കുക, അതുപോലെ തന്നെ ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുക എന്ന റൂട്ടുണ്ട്. ആ വഴിയിലൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നതാണ്. ഇതിനെ സംബന്ധിച്ച് ഇമാം തുർമുദി റളിയല്ലാഹു തന്നെ തൻ്റെ കിതാബിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയം ഫത്ഹുൽ മുഈനിൽ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്.